ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതേ നമ്മുടെ ലാലേട്ടൻ വൈറലാക്കിയിട്ടുള്ള ആ ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കറികളൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് സ്വീറ്റ് ആയാലോ. അപ്പോൾ ഒട്ടും താമസിയാതെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് പഴുത്ത് ഏത്തപ്പഴമില്ലേ അത് ചെറുതാക്കി സ്ലൈസ് ചെയ്തത് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഏകദേശം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് ഞാനൊരു പഴത്തിൻ്റെ അളവിലാണ് ചെയ്യുന്നത്. വെച്ച് കൊടുക്കാം. അധികം കട്ടിയില്ലാതെയാണ് ഞാനിവിടെ മുറിച്ചെടുത്തേക്കുന്നത് കേട്ടോ. എല്ലാം നമുക്കതുപോലെ ഒന്ന് അടുക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഞാനിവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ചുകൂടെ നെയ്യൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു വശം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നോടം വരെ നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളം വേണം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കും ശർക്കര ഇങ്ങനെ കത്തിക്ക് ചീന്തി എടുത്തേക്കുന്ന കേട്ടോ. അപ്പോൾ അത് മധുരത്തിന് ആവശ്യമായിട്ട് അത് വേണം. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇവിടെ തിരിച്ച് മറിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെള്ളമില്ലേ അതിനകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആ മെൽറ്റായിട്ട് വരണം. ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കൊന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ചുകൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ചധികം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തതിൽ കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചധികം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് തേങ്ങയും ചേർത്തിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കണേ. അധികം പഴമൊക്കെ അധികം കരിഞ്ഞു പോവാതെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പഴത്തിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വനില ഐസ്ക്രീമും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഈ ഐസ്ക്രീമും ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ കൂട്ടി കഴിച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. അപ്പോൾ ലാലേട്ടൻ്റെ വൈറലായ ആ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.